ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ഒരുപാട് ഡൗട്ട് വിഷ് ലിങ്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിഷ് ലിങ്ക് വഴി കാശ് ഏൺ ചെയ്യാൻ പറ്റുമോ, വിഷ് ലിങ്കിലെ ലിങ്ക് എങ്ങനെ ആഡ് ചെയ്യണേ, വിഷ് ലിങ്ക് എങ്ങനെ കണക്ട് ചെയ്യണത്, ഇൻസ്റ്റഗ്രാമും യൂട്യൂബും വിഷ് ലിങ്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവർക്കും ഉള്ളത്. അതിനൊക്കെ ഉള്ള ഒരു ആൻസർ ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. മെയിനായിട്ട് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, വിഷ് ലിങ്ക് വഴി പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ മാത്രമാണോ വിഷ് ലിങ്ക് വഴി നമുക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റുന്നത്? ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസറാണ് ഈ വീഡിയോ എന്ന് പറയുമ്പോൾ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചാണ് എങ്ങനെ വിഷ് ലിങ്കിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നതെന്ന്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും വിഷ് ലിങ്കുമായിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം ഓപ്പൺ ആയിട്ട് വരും. കണക്റ്റ് ആയി കഴിയുമ്പോൾ അത് കണക്റ്റ് ആവുമ്പം തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസും കൊടുക്കാൻ അവർ ചോദിക്കും. അപ്പോൾ അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. IFSC കോഡ് എല്ലാം ആഡ് ചെയ്ത് എല്ലാം കൊടുക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേജിലുള്ള പോസ്റ്റ് കാര്യങ്ങളൊക്കെ വരും. അത് കഴിഞ്ഞ് നമുക്ക് ക്രിയേറ്റ് കൊടുക്കാം. അതിലൊരു ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, ക്രിയേറ്റ് കൊടുക്കുക. അപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ക്ലിക്ക് ചെയ്യുക. അതിലോട്ട് പോയിട്ട് ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത് ആ വീഡിയോ ചൂസ് ചെയ്തതിന് ശേഷം അതിലെന്തെങ്കിലും നമ്മൾ ആദ്യം എന്തെങ്കിലും ഫോളോവേഴ്സിന് മനസ്സിലാവാൻ വേണ്ടി എന്തെങ്കിലും എഴുതണം. ഞാൻ പ്രോഡക്റ്റ് ലിങ്ക് എന്നാണ് എഴുതാറ്. പ്രോഡക്റ്റ് ലിങ്ക് എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഏത് ആപ്പിൽ നിന്നിട്ടാണോ ഏത് സൈറ്റിൽ നിന്നിട്ടാണോ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നെക്സ്റ്റ് വരുന്നൊരു ഭാഗത്ത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് ജനറേറ്റ് ഇത് കൊടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ലിങ്ക് ജനറേറ്റ് ആവും. എന്നിട്ട് അതിലപ്പോൾ കാണിക്കും എത്ര % ആണ് അതിൽ ഡിസ്കൗണ്ട് ഉള്ളത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിക്കും. എന്നിട്ട് നമുക്ക് പബ്ലിഷ് കൊടുക്കുമ്പോൾ നിങ്ങളെ ലിങ്ക് എന്താണ്, നിങ്ങൾ ഫോളോവേഴ്സ് ആയാലും ഒരു ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്ത് അവർക്ക് DM പോകുന്ന വിധത്തിലാവും. പിന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലിങ്ക്സ് കൊടുക്കാൻ പറ്റും. അതിന് അടുത്ത് താഴെ തന്നെ നെക്സ്റ്റ് വേറൊരു ലിങ്ക് കൊടുക്കണമെങ്കിൽ അത് ഓപ്ഷൻ ഉണ്ട്. അത് ആഡ് ചെയ്ത് അടുത്ത ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രോഡക്റ്റിന് എത്ര % ആണ് ഡിസ്കൗണ്ട് ഉള്ളത് എല്ലാ കാര്യങ്ങളും വരും. അതുമാത്രമല്ല, നിങ്ങൾ വിഷ് ലിങ്ക് നോക്കുകയാണെങ്കിൽ ഓരോ ബ്രാൻഡിനും ഓരോ കമ്മീഷനാണ് ഉള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന മീഷോ ആണെന്ന് തോന്നുന്നു. 9% മിന്ത്ര, 11% ഫ്ലിപ്കാർട്ട്, ഇങ്ങനെ ഓരോന്നിനും മാറിക്കൊണ്ടേയിരിക്കും ഗൈസ്. അങ്ങനെ കമ്മീഷനുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം. പിന്നെ നിങ്ങൾ ഒരു നീഷ് ഫോളോ ചെയ്യുക. ഇപ്പം സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രസ്സ് അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ആ നീഷ് ഫോളോ ചെയ്ത് കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ വിഷ് ലിങ്ക് നല്ലപോലെ വർക്കാവും. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും നമുക്ക് എല്ലാവരും പറയുന്ന പോലെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറ്റാതെ ഇരിക്കാം. അതിലൊന്നും നിങ്ങൾ വറി ചെയ്യേണ്ട. കാരണം നമുക്ക് ഇപ്പോൾ ഒരു ബിഗിനർ കണ്ടൻറ് ക്രിയേറ്റർ എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും വൈറലാവണമെന്നില്ല. ഓക്കെ, ഒരു വീഡിയോയ്ക്ക് 100K വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു 1000 പേര് അല്ലെങ്കിൽ ഒരു 500 പേര് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 100 പേരെ വാങ്ങിക്കത്തുള്ളൂ പ്രോഡക്റ്റ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ വാങ്ങിച്ചിട്ട് റിട്ടേൺ പോയി എല്ലാം കഴിഞ്ഞിട്ടാണ് കമ്മീഷൻ നമുക്ക് വരുന്നത്. അപ്പോൾ ഒരു 1000 രൂപ 1000 പേര് വാങ്ങിച്ചു എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ 500 പേര് റിട്ടേൺ ചെയ്തു, കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്തു. അതിൽ 100 പേരുടെ നമുക്ക് ലാഭവീതം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറേ പൈസ ഉണ്ടാക്കാം എന്നൊന്നും പറഞ്ഞിട്ട് വിഷ് ലിങ്കിൽ കയറി പോകണ്ട. അങ്ങനെയൊന്നും പറ്റില്ല. ചെറിയ ചെറിയ ഇൻകത്തിലൂടെയാണ് ഗൈസ് വലുത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചെറിയ ഇൻകത്തിൽ നിന്നായിരിക്കും തുടക്കം. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ആകുമ്പം നമ്മുടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇത് കൂടി വരും. പിന്നെ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും എല്ലാം ഒന്നും വാങ്ങിക്കണമെന്നില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ വാങ്ങിക്കുകയുള്ളൂ. അവർക്ക് സ്കിന്നിനും എല്ലാത്തിനും യൂസ്ഫുൾ ആകുന്ന സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി ഈ ഫാഷൻ അതുപോലെയുള്ള നീഷ് ഫോളോ ചെയ്യുന്നവരെക്കാളും ഇൻകം ഭയങ്കര കുറവായിരിക്കും. ആക്ച്വലി എനിക്ക് എൻ്റെ ഒരു വീഡിയോ ആ മീഷോയുടെ ട്രിമ്മറിൻ്റെ വീഡിയോ അത് കുറച്ച് റീച്ച് കിട്ടിയ വീഡിയോ ആയിരുന്നു. അതിൻ്റെ അണ്ടറിൽ ഒരുപാട് കമൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചു, ഒരുപാട് പ്രോഡക്റ്റ് റിട്ടേൺ പോയി. അത് ടോട്ടൽ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 500 പേര് അതിൽ മേടിച്ചിട്ടുണ്ടെന്ന് മേടിച്ചിട്ട് അതിൽ 100 പേരെങ്ങാണ്ടേ വാങ്ങിച്ചിട്ടു. 100 ഇല്ല, അതിന് താഴെ പേര് ആ പ്രോഡക്റ്റ് സ്വീകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഏതാണ്ട് ഒരു 300 500 അങ്ങനെ എന്തോ ആണ് എനിക്ക് അതിൽ നിന്നിട്ട് ഒരു പൈസ വന്നിട്ടില്ല. ഞാനൊരു ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുള്ളൂ.
ബാക്കിയുള്ള പ്രോഡക്റ്റ്സ് എന്ന് പറയുമ്പോൾ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ആണ്. അതിന് ഞാൻ കൊടുക്കുന്ന ഇതെന്ന് വെച്ചാൽ ലിങ്ക് കൊടുക്കുക, അതൊക്കെ കുറച്ച് പൈസ ഉള്ളതാണ്, 100-200 രൂപ. അതിനൊക്കെ ആണെങ്കിൽ ഭയങ്കര കുറവായിട്ടേ നമുക്ക് ഒരു കമ്മീഷൻ കിട്ടത്തുള്ളൂ. അതും പക്ഷേ കൂടുതലും കമ്മീഷൻ നമുക്ക് ഏൺ ചെയ്യണമെങ്കിൽ നീഷ്, ഫാഷൻ അങ്ങനെയൊക്കെയുള്ള സംഭവം ഫോളോ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കമ്മീഷൻ കിട്ടാൻ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ മിന്ത്രയിൽ നിന്നൊക്കെ ഉള്ള ഡ്രസ്സ് മേടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൂപ്പൺസും കാര്യങ്ങളും കുറേ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ നീഷിൽ ഫാഷൻ നീഷ് ഫോളോ ചെയ്ത് വീഡിയോ ഇടുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഗൈസ്. ഈ വീഡിയോയിൽ ഞാൻ ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ വിഷ് ലിങ്ക് വഴി പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റും. അത് നമ്മളുടെ ഫോളോവേഴ്സിൽ എത്തിക്കാൻ പറ്റും. അതെങ്ങനെയെന്നാണ് ഇതിൽ ഫുള്ള് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. കാരണം വേറെ ഒരു യൂട്യൂബേഴ്സും ഈ ഒരു കാര്യം ഇങ്ങനെ വേറെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഇതിൽ ലിങ്ക് കൊടുക്കാൻ പറ്റും എന്നൊരു കാര്യം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. അതിലാണ് എല്ലാവർക്കും എൻ്റെ അടുക്ക വന്ന് ഡൗട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇതിൽ ഞാൻ ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.